ഈ കഥയിലെ ഹീറോയ്ക്ക് മനുഷ്യന്മാരെ തൊട്ടാൽ അലർജി വരുമായിരുന്നു. അതുകൊണ്ട് അവൻ അവന്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചത്. ഇവന് പുതിയ എഡിഷൻ കാറുകൾ വളരെ ഇഷ്ടമായതുകൊണ്ട് അത് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നു. ഇത് വാങ്ങിക്കൊണ്ടു കൊടുക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. അതിൽ അഴുക്ക് പറ്റിയതുകൊണ്ട് അവൻ ഫുൾ എമൗണ്ട് കൊടുക്കാതെ അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് അവൻ വീട്ടിലെത്തി ഒരു വീഡിയോ കാണാണ്. അതിൽ ഒരു മനുഷ്യനെ പോലെയുള്ള ഒരു റോബോട്ടിനെയാണ് കാണിച്ചത്. റോബോട്ട് തന്നെയാണോ അത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ ലാബിലെത്തുന്നു. അത് റോബോട്ടാണെന്നോ ഉറച്ച വിശ്വാസത്തിൽ അവൻ അതിനെ തൊട്ടു നോക്കി. അപ്പോൾ അവന് അലർജി ഒന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അതിശയിച്ചു പോയി. അത് റോബോട്ട് തന്നെയാണെന്ന് ഉറപ്പിച്ചു. അവൻ അതിനെ വാങ്ങാൻ ഒരുങ്ങിയപ്പോൾ റോബോട്ടിനെ ചാർജ് ചെയ്തിട്ട് നാളെ വീട്ടിൽ എത്തിക്കാമെന്ന് സയന്റിസ്റ്റ് പറഞ്ഞു. അന്ന് രാത്രി റോബോട്ടിനെ ചാർജ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അതിന്റെ ബോഡിയിൽ വെള്ളം വീണ് അത് കേടാവാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോഴാണ് സയന്റിസ്റ്റിന് ഒരു ഐഡിയ തോന്നിയത്. സയന്റിസ്റ്റ് വേഗം തന്നെ അവന്റെ എക്സ് ഗേൾഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് റോബോട്ടിന്റെ സെയിം ഡ്രസ്സിൽ അവളെ നിർത്തി. എക്സ് ഗേൾഫ്രണ്ടിന്റെ സെയിം ഫേസിലാണ് സയന്റിസ്റ്റ് റോബോട്ടിനെ നിർമ്മിച്ചത്. അതുകൊണ്ട് റോബോട്ട് ഏതാ ഗേൾഫ്രണ്ട് ഏതാ എന്ന് മനസ്സിലാവേയില്ല. ഇവളെയാണ് മനുഷ്യന്മാരെ അലർജിയുള്ള ആ ഹീറോയുടെ അടുത്തേക്ക് അയക്കാൻ പോകുന്നത്. എന്താ സംഭവിക്കാൻ പോണേന്ന് നെക്സ്റ്റ് പാർട്ടിൽ കാണൂ.